ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരെയും മില്യൺ ബിസിനസ് ചാനലിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് കിടക്കാം. ഇന്ന് നിഫ്റ്റി 24,973 ക്ലോസ് ചെയ്തത്. 104 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. ഓൾമോസ്റ്റ് 25,000 നിഫ്റ്റി അടുക്കുകയാണ്. ഇന്ന് ഓട്ടോ സെക്ടേഴ്സിൽ നിന്നും നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടായെങ്കിലും IT-യും PSU ബാങ്കും നിഫ്റ്റിയെ തുണച്ചു. IT സെക്ടേഴ്സ് മാത്രം 2.63% റാലി നടത്തി. PSU ബാങ്ക് 2.09% റാലി നടത്തി നിഫ്റ്റിയെ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ നിഫ്റ്റി 24,973 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ബാങ്ക് 54,536 ക്ലോസ് ചെയ്തപ്പോൾ 319 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി മിഡ് ക്യാപ് 57,999 ക്ലോസ് ചെയ്തപ്പോൾ 535 പോയിൻറ്റ്സിൻ്റെ ഗെയിനാണ് ഉണ്ടായത്. നിഫ്റ്റി സ്മോൾ ക്യാപ് 130 പോയിൻറ്റ്സ് ഉയർന്ന് 17,874 ക്ലോസ് ചെയ്തു. ഇന്ത്യ വിക്സ് 10.53 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് 81,425 ക്ലോസ് ചെയ്തപ്പോൾ 323 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി 50, നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി മിഡ് ക്യാപ്, നിഫ്റ്റി സ്മോൾ ക്യാപ്, സെൻസെക്സ് എന്നിവ ഇന്ന് പോസിറ്റിവിറ്റിയിലാണ് ക്ലോസ് ചെയ്തത്. DII FI ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് DII 5,004 കോടി രൂപ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. FII എന്നാൽ വീണ്ടും സെല്ലിംഗ് മോഡിലായിട്ട് എന്ന് പോകുന്നത്. എന്നാലും കമ്പാരിറ്റീവ്ലി കുറഞ്ഞ സെല്ലിംഗ് റേറ്റാണ് ഇന്ന് FIക്ക് ഉണ്ടായിരുന്നത്. 115 കോടി രൂപയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു ഇന്ന് FII. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി മീഡിയ എന്നീ സെക്ടേഴ്സ് റെഡിൽ ക്ലോസ് ചെയ്തപ്പോൾ സ്ക്രീനിൽ കാണുന്ന മറ്റുള്ള എല്ലാ സെക്ടേഴ്സും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഓട്ടോ 348 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. 26,833 ക്ലോസ് ചെയ്തു. നിഫ്റ്റി എനർജി 34,522 ക്ലോസ് ചെയ്തപ്പോൾ 272 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 26,123 ക്ലോസ് ചെയ്തപ്പോൾ 161 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി FMCG 359 പോയിൻറ്റ്സ് ഉയർന്ന് 56,856 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഹെൽത്ത് കെയർ 14,643 ക്ലോസ് ചെയ്തപ്പോൾ 102 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഇൻഫ്ര 27 പോയിൻറ്റ്സ് ഉയർന്ന് 8,992 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി IT 36,183 ക്ലോസ് ചെയ്യുമ്പോൾ 927 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി മീഡിയ 10 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. 1610 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മെറ്റൽ 25 പോയിൻറ്റ്സ് ഉയർന്ന് 9759 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 10,966 ക്ലോസ് ചെയ്യുമ്പോൾ 38 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഫാർമ 22,122 ക്ലോസ് ചെയ്യുമ്പോൾ 69 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി PSU ബാങ്ക് 143 പോയിൻറ്റ്സ് ഉയർന്ന് 7,023 ക്ലോസ് ചെയ്തു. നിഫ്റ്റി റിയാലിറ്റി 9 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. 883 ക്ലോസ് ചെയ്തത്. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 1,692 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1,083 കമ്പനികൾ റെഡിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റിയുടെ ലാസ്റ്റ് 12 മന്ത്സ് മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ സെപ്റ്റംബറിൽ, അതായത് 2024 സെപ്റ്റംബറിൽ 25,810 നിഫ്റ്റി ഇന്ന് 24,973 നിൽക്കുമ്പോൾ 1.04% ലോസാണ് കഴിഞ്ഞ 12 മാസമായിട്ട് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50 ഈ വർഷത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ജനുവരി 1 23,644 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 24,973 നിൽക്കുമ്പോൾ 5.62% പ്രോഫിറ്റ് ഓൾമോസ്റ്റ് 9 മന്ത്സ് കൊണ്ട് നിഫ്റ്റി 50 ഈ വർഷം കാണാനിടയായി. നിഫ്റ്റിയുടെ ഈ ആഴ്ചത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 24,773 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 24,868 ക്ലോസ് ചെയ്തു. ഇന്ന് വെനസ്ഡേ 24,973 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ആകെ ഈ ആഴ്ച 232 പോയിൻറ്റ്സിൻ്റെ ഗെയിനാണ് നിഫ്റ്റിയിലുണ്ടായത്. 0.94% ഗെയിൻ. ടോട്ടൽ വീക്കിലെ ഗെയിൻ 0.94% ഉണ്ടായത്. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ബെൽ 4.58% റാലി നടത്തി. വിപ്രോ 2.63% റാലി നടത്തി. SL Tech 2.60%, HDFC Life 2.21%, Bajaj Finance 2.01%, TCS 1.99%, Axis Bank 1.98%, Techem 1.90%, Infi 1.84% and Shriram Finance 1.80% റാലിയാണെന്ന് കണ്ടത്. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ M&M 2.36% ഫോളോ കണ്ടു. ബജാജ് ഫിനാൻസ് 1.60%, Maruti 1.5%, Hero MotoCorp 1.45%, Asia Motors 0.81%, Ultrasimco 0.77%, Tata Motors 0.75%, Grasim 0.43%, Eternal 0.31% and Titan 0.28% ഫോൾ ആണെന്ന് കണ്ടത്. ഇതൊരു ബയർ സെല്ലർ റെക്കമെൻഡേഷൻ അല്ല, ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഈ ന്യൂസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
മറ്റുള്ള ഈവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നാളെ USA നിന്ന് CPI കോർ ഡേറ്റ 11 സെപ്റ്റംബറിന് വരുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ പ്രധാനമായിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സുമായി നാളെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ഓൾ.